ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ പി എസ് സി എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒൻപതാം ക്ലാസ്സിലെ ആറാമത്തെ പാഠം സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ് വായിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്ന ഘടകം ഏതൊക്കെയാണ്? വ്യാവസായിക കാർഷിക ഉൽപ്പാദനം കൂടുന്നു, സേവന മേഖല വളരുന്നു, വാങ്ങൽ ശേഷി കൂടുന്നു. ചോദ്യം നമ്പർ 2, രാജ്യത്തിൻ്റെ സാമ്പത്തിക വികാസത്തിന് അനുയോജ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും പോഷകാഹാരം, എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യം, മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ. എല്ലാവർക്കും പോഷകാഹാരം, എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യം, മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ. ഇതെല്ലാമാണ് സാമ്പത്തിക വികാസത്തിന് അനുയോജ്യമായ ഘടകങ്ങളായി പറയുന്നത്. ചോദ്യം നമ്പർ 3, ഒരു രാജ്യത്തെ വികസിത രാജ്യമായി കണക്കാക്കുന്നതിൻ്റെ സൂചികകൾ എന്തൊക്കെയാണ്? പ്രതിശീർഷ വരുമാനം, ഭൗതിക ജീവിത ഗുണനിലവാരം, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക. ഒരു രാജ്യത്തെ വികസിത രാജ്യമായി കണക്കാക്കുന്നതിൻ്റെ സൂചികകളാണ് പ്രതിശീർഷ വരുമാനം, ഭൗതിക ജീവിത ഗുണനിലവാരം, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക. ചോദ്യം നമ്പർ 4, 2019-20 ഇന്ത്യയുടെ ആളോഹരി വരുമാനം ഏകദേശം എത്രയാണ്? 135,000 രൂപയാണ് ഇന്ത്യയുടെ ആളോഹരി വരുമാനം. ആളോഹരി വരുമാനം കണക്കാക്കുന്നത് രാജ്യത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഡിവൈഡഡ് ബൈ മൊത്തം ജനസംഖ്യ. ചോദ്യം നമ്പർ 5, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ കണക്ക് പ്രകാരം നിലവിൽ ഏറ്റവും ഉയർന്ന ആളോഹരി വരുമാനം ഉള്ള രാജ്യമാണ്? 2020 കണക്ക് പ്രകാരം ലക്സംബർഗ്. IMFൻ്റെ കണക്ക് പ്രകാരം 2020 നിലവിൽ ഏറ്റവും ഉയർന്ന ആളോഹരി വരുമാനമുള്ള രാജ്യമാണ് ലക്സംബർഗ്. ചോദ്യം നമ്പർ 6, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്ന വർഷം? 1979. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്ന വർഷം 1979. ചോദ്യം നമ്പർ 7, ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയുടെ ഘടകങ്ങൾ ഏതൊക്കെ? പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, അടിസ്ഥാന സാക്ഷരത. ഭൗതിക ജീവിത ഗുണനിലവാരം കണക്കാക്കുന്നതിൽ ഘടകങ്ങൾ ആയിട്ടുള്ളത് പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, അടിസ്ഥാന സാക്ഷരത. ചോദ്യം നമ്പർ 8, ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് 2019 പ്രകാരം ആയുർദൈർഘ്യം കൂടിയ രാജ്യം ജപ്പാനാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് 2019 കണക്ക് പ്രകാരം ആയുർദൈർഘ്യം കൂടിയ രാജ്യം ജപ്പാനാണ്. ചോദ്യം നമ്പർ 9, മാനവ വികസന സൂചികയുടെ മൂല്യം ഏതൊക്കെ സംഖ്യകൾക്ക് ഇടയിലാണ്? 0-നും 1-നും ഇടയിലാണ് മാനവ വികസന സൂചികയുടെ മൂല്യം കണക്കാക്കുന്നത്. മാനവ വികസന സൂചികയുടെ മൂല്യം 0.8 മുതൽ 10 വരെയാണെങ്കിൽ വളരെ ഉയർന്ന വികാസം ഉള്ള രാജ്യമാണെന്നും 0.7-നും 0.799-നും ഇടയിലാണെങ്കിൽ ഉയർന്ന മാനവ വികസനത്തിനും 0.550 മുതൽ 0.699 വരെയാണെങ്കിൽ ഇടത്തരം മാനവ വികസനത്തിൽ ഉൾപ്പെടുന്ന രാജ്യമാണെന്ന് പറയാം. ഇന്ത്യ ഇടത്തരം മാനവ വികസനത്തിൽ ഉൾപ്പെടുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ മാനവ വികസന സൂചികയിലെ മൂല്യമാണ് 0.645. ചോദ്യം നമ്പർ അടുത്തത് 0.550 താഴെയാണെങ്കിൽ താഴ്ന്ന മാനവ വികസനമായിട്ട് കണക്കാക്കുന്നു. അടുത്ത ചോദ്യം, മാനവ വികസന സൂചിക തയ്യാറാക്കുന്ന UN-ലെ സമിതി ഏതാണ്? UNDP ആണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്ന UN-ലെ സമിതി. ചോദ്യം നമ്പർ 12, 2020 മാനവ വികസന സൂചിക പ്രകാരം 1-ാം സ്ഥാനത്തുള്ള രാജ്യം? നോർവേ. 2020 കണക്ക് പ്രകാരം മാനവ വികസന സൂചികയിലെ 1-ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ്. 2020 മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 131. ഇടത്തരം മാനവ വികസനത്തിലാണ് ഇന്ത്യ ഉൾപ്പെടുന്നത്. 0.645 ആണ് മാനവ വികസന മൂല്യം. ഇന്ത്യയുടെ മാനവ വികസന മൂല്യം 0.645. ചോദ്യം നമ്പർ 14, മാനവ സന്തോഷ സൂചിക എന്ന ആശയം മുന്നോട്ട് വെച്ച രാജ്യം? ഭൂട്ടാനാണ്. മാനവ സന്തോഷ സൂചിക എന്ന ആശയം മുന്നോട്ട് വെച്ച രാജ്യം ഭൂട്ടാൻ. ചോദ്യം നമ്പർ 15, സന്തോഷ സൂചിക കണ്ടെത്തുന്നതിന് പരിഗണിക്കുന്ന വിഷയം അല്ലാത്തതേത്?
അഴിമതിരഹിത ഭരണം, വിദ്യാഭ്യാസം, മാനസികാരോഗ്യം, ഉയർന്ന സാമ്പത്തിക സ്ഥിതി. ഇതിലേതാണ് സന്തോഷ സൂചിക കണ്ടെത്തുന്നതിന് പരിഗണിക്കുന്ന വിഷയം അല്ലാത്തത്? അല്ലാത്തത് ഏതാണ്? ഉയർന്ന സാമ്പത്തിക സ്ഥിതിയാണ്. ബാക്കിയെല്ലാം സന്തോഷസ്ഥിതി സൂചിപ്പിക്കുന്ന സൂചന കണ്ടെത്തുന്നതിന് പരിഗണിക്കുന്ന വിഷയങ്ങളാണ്. ചോദ്യം നമ്പർ 16. 2020 മാനവ സന്തോഷ സൂചക റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 144. 2020 മാനവ സന്തോഷ സൂചിക റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 144 ചോദ്യം നമ്പർ 17. മാനവ സന്തോഷ സൂചക റിപ്പോർട്ട് പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഫിൻലൻഡാണ്. മാനവ സന്തോഷ സൂചക റിപ്പോർട്ട് പ്രകാരം 1ാം സ്ഥാനത്ത് വരുന്ന രാജ്യം ഫിൻലൻഡാണ്. ചോദ്യം നമ്പർ 18. മാനവ വികസന സൂചികയുടെ പൂരകമായി ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയാണ് മാനവ ദരിദ്ര സൂചിക. മാനവ വികസന സൂചികയുടെ പൂരകമായി ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയാണ് മാനവ ദരിദ്ര സൂചിക. ചോദ്യം നമ്പർ 19. മാനവ ദരിദ്ര സൂചിക ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? 1997 മാനവ ദരിദ്ര സൂചിക ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ചോദ്യം നമ്പർ 20. മാനവ ദരിദ്ര സൂചിക കണക്കാക്കുന്നതിലെ അടിസ്ഥാനങ്ങൾ: സുദീർഘവും ആരോഗ്യകരവുമായ ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം. മാനവ ദരിദ്ര സൂചിക കണക്കാക്കുന്നതിലെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? സുദീർഘവും ആരോഗ്യകരവുമായ ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം. ചോദ്യം നമ്പർ 21. മാനവ സന്തോഷ സൂചിക കണ്ടുപിടിക്കുന്നതിൽ പരിഗണിക്കുന്ന ഘടകങ്ങൾ: ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണം, സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവും, അഴിമതിരഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗം, മാനസിക ആരോഗ്യം. ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചാണ് മാനവ സന്തോഷ സൂചിക കണ്ടുപിടിക്കുന്നത്. ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ആരോഗ്യം, ആ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം, ആ രാജ്യത്തിൻ്റെ പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണം ഏത് രീതിയിലാണെന്നുള്ളത്, അതുപോലെ തന്നെ സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവും, ആ രാജ്യത്തിന് അയൽ രാജ്യങ്ങളുമായ ബന്ധം എങ്ങനെയാണ്, പിന്നെ അഴിമതിരഹിത ഭരണം, ആ രാജ്യത്തെ ഭരണം ഏത് വിധത്തിലാണ് നടക്കുന്നത്, അഴിമതിരഹിത ഭരണം ആണോ, സാംസ്കാരിക വൈവിധ്യം എങ്ങനെയുള്ളതാണ്, അതുപോലെ വിദ്യാഭ്യാസ നിലവാരം, സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗം എങ്ങനെ ചെയ്യുന്നു അവർ, മാനസികാരോഗ്യം, ആ രാജ്യത്തിലെ ജനങ്ങളുടെ മാനസികാരോഗ്യം, ഇതെല്ലാം കണക്കാക്കിയാണ്, ഇതെല്ലാം ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചാണ് മാനവ സന്തോഷ സൂചിക കണ്ടുപിടിക്കുന്നത്. ചോദ്യം നമ്പർ 22. സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നതിലെ ഘടകങ്ങൾ ഏതെല്ലാം? ഉൽപാദനത്തിലും വരുമാനത്തിലും ഉള്ള വർധനവാണ് ഒന്നാമത്തെ ഘടകം. അതുപോലെ തന്നെ ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് സാമ്പത്തിക വളർച്ച കണക്കാക്കുന്ന മറ്റൊരു അളവുകോൽ. സാമ്പത്തിക വളർച്ച സംഖ്യാപരമായി സൂചിപ്പിക്കുന്ന ഒന്നാണ്. സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രമാണ് ഊന്നൽ നൽകുന്നത്. വളർച്ച ഹ്രസ്വ കാലയളവിൽ സംഭവിക്കുന്നതാണ്. ഇതെല്ലാമാണ് സാമ്പത്തിക വളർച്ചയിലെ ഘടകങ്ങൾ. സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നതിലെ ഘടകങ്ങൾ ഇതെല്ലാമാണ്. ഈ ഘടകങ്ങളെല്ലാം പഠിച്ചു വെച്ചാലാണ് സാമ്പത്തിക വളർച്ചയിലും വികസനത്തിലും ഉള്ള പോയിന്റ്സ് അങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. അടുത്തത് സാമ്പത്തിക വികസനം കണക്കാക്കുന്നതിലെ മാനദണ്ഡങ്ങൾ. ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക എന്നിവയെ അളവുകോലാക്കുന്നു. അതുപോലെ തന്നെ ഗുണപരമായ മാറ്റമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വികസനം എന്ന് പറയുമ്പോൾ അത് ഗുണപരമായ മാറ്റമാണ്, എന്നാൽ വളർച്ച സംഖ്യാപരമായ മാറ്റമാണ്. പിന്നെ അടുത്ത പോയിന്റ്, സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. വികസനം ദീർഘകാലയളവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതെല്ലാമാണ് പോയിന്റ്സ്. ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക എന്നിവയുടെ ആ രാജ്യത്തിൻ്റെ നമ്പേഴ്സ് എവിടെയാണ്, മൂല്യം കെടുക്കുന്നത് എവിടെയാണ് നോക്കുക. പിന്നെ ഗുണപരമായ മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നത്. വികസനം ദീർഘകാലയളവ് കൊണ്ട് സംഭവിക്കുന്നത്, പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്നില്ല, ഒരുപാട് കാലയളവിൽ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വികസനം നേരിടുന്ന വെല്ലുവിളികൾ. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അസമത്വം എന്നീ കാര്യങ്ങളാണ് ഇന്ത്യയുടെ വികസനം നേരിടുന്ന വെല്ലുവിളികൾ. ഇതെല്ലാം ഇല്ലായ്മ ചെയ്താലാണ് നമ്മുടെ രാജ്യം വികസനം നേടുകയുള്ളൂ.
ചോദ്യം നമ്പർ 25. ഇന്ത്യയിൽ ദാരിദ്ര്യം നാം കണക്കാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കലോറിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ ദാരിദ്ര്യം എങ്ങനെയാണ് എന്ന് കണക്കാക്കുന്നത്. അതായത് ഒരു ഗ്രാമപ്രദേശത്താണെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ദിവസം 2400 കലോറി ഊർജ്ജം ലഭിക്കണം. അതേസമയം ഒരു നഗരപ്രദേശത്ത് ഉള്ള ഒരു വസിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ ഒരു ദിവസം 2100 കലോറി ഊർജ്ജം ലഭിക്കണം. ഈ കലോറികൾ ലഭിക്കാതിരുന്നാൽ, ഗ്രാമപ്രദേശത്തിൽ 2400 കലോറി ലഭിക്കാതിരുന്നാൽ ഗ്രാമപ്രദേശത്ത് വസിക്കുന്ന ആൾ ദാരിദ്ര്യത്തിലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ 2100 കലോറി ലഭിച്ചില്ലെങ്കിൽ നഗരത്തിലുള്ള ആൾ, നഗരപ്രദേശത്ത് വസിക്കുന്ന ആൾ ദാരിദ്ര്യത്തിലാണ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഇങ്ങനെ നിർവചിച്ച കമ്മീഷൻ്റെ പേരാണ്, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഇത് പറഞ്ഞത് ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ. ചോദ്യം നമ്പർ 29. സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ, ഇങ്ങനെ 3 വിഭാഗത്തിലായിട്ട് സുസ്ഥിര വികസനത്തിന് ലക്ഷ്യങ്ങൾ ഉണ്ട്. അത് പ്രധാനപ്പെട്ട പാരിസ്ഥിതിക ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും സാമൂഹിക ലക്ഷ്യങ്ങളുമാണ്. ഇത്രയുള്ള ക്വസ്റ്റ്യൻസ്, 29 ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുന്നു. ഈ പാഠത്തിൽ ഇത്ര ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.